നമസ്കാരം. 2025 അവസാനം ആകിക്കൊണ്ടിരിക്കുകയാണ്. 2026 നമ്മൾ കാലുവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ 2025 നമ്മൾ ഏറ്റവും അധികം കേൾക്കപ്പെട്ട് അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത് രാഹുൽ എന്നാണ്. ഈ രാഹുൽ എന്ന് പറഞ്ഞാൽ ഒരു രാഹുലല്ല, 3 രാഹുൽമാരാണ്. പേരും കൂടി ഞാൻ പറയാം. ഒന്ന് രാഹുൽ മാങ്കൂട്ടം, പെൺവാണിഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അയാൾ ഒളിവിലാണ്. പിന്നൊരാൾ രാഹുൽ ഈശ്വർ, പെൺവാണിഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജയിലിനകത്ത് കിടക്കുകയാണ്. പിന്നൊരാൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മളുടെ എല്ലാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ 3 പേരാണ് ഈ രാഹുൽ എന്നുള്ള പേരിൽ ഇപ്പോൾ ഏറ്റവും അധികം പേര് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുടിൻ വിളിച്ചില്ല, ഞാൻ പോയില്ല, സപ്പർണ പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ രാഹുൽ എന്നുള്ള പേരും? അത് ന്യൂമറോളജി പ്രകാരം, താങ്കൾക്ക് ന്യൂമറോളജി അറിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് ഈ രാഹുൽ എന്നുള്ള പേരിന് ഇത്രയും വിമർശനം ഈ വർഷം കേൾക്കാനുണ്ടായ എന്താണ്? എനിക്ക് ന്യൂമറോളജി അറിയില്ല, ന്യൂമറോളജിയിൽ എനിക്ക് വിശ്വാസവുമില്ല, അറിയാം. അതുകൊണ്ട് അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. പക്ഷേ രാഹുൽ എന്ന പേര് ഒരു കുഴപ്പം പിടിച്ച പേരല്ല. കാരണം ഗൗതമ ബുദ്ധൻ്റെ മകൻ്റെ പേര് രാഹുൽ എന്നായിരുന്നു. രാഹുലനും സംഘമിത്രി മകനും മകളുമായിരുന്നു. അപ്പോൾ ബുദ്ധൻ്റെ സന്ദേശം ലോകത്തിന് എത്തിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ പേരാണ് രാഹുലൻ എന്നുള്ള പേര്. ആ പേരിനൊരു കുഴപ്പമില്ല, അത് വളരെ ദിവ്യമായൊരു പേര് തന്നെയാണ്. പക്ഷേ വിവാദത്തിലേക്ക് ചെന്ന് ആടിയ രാഹുൽമാർ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടും അവരുടെ പിടിപ്പുകേട് കൊണ്ടും ആണ് അവർ ഈ വിവാദങ്ങളിലൊക്കെ ചെന്ന് പെട്ടത്. അപ്പോൾ അത് വിവാദങ്ങളിൽ ചെന്നുപെടാൻ 3 രാഹുലുമാരും വിവാദത്തിൽ ചെന്നുപെടാൻ 3 കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുക്കാം. വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാറിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു വന്നൊരു താരമാണ് രാഹുൽ മാങ്കൂട്ടം. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ചാനൽ ചർച്ചകളിലൊക്കെ തിളങ്ങി നിന്നു. നന്നായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അവിവാഹിതനാണ്, ചെറുപ്പക്കാരനാണ്, വളരെ ഡൈനാമിക്കാണ്. ഇദ്ദേഹം പാലക്കാട് പോയി മത്സരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത്. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകളും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ റേറ്റിംഗ് ഭയങ്കരമായിട്ട് ഉയർന്നു. ചേലക്കര ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിൽ അത്രയും വലിയ ശ്രദ്ധ ചേലക്കര തെരഞ്ഞെടുപ്പ് ആകർഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വന്നിരിക്കുന്ന അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയത്താണ് ഒരു അശനിവാദം പോലെ ഈ രാഹുലിനെതിരെയുള്ള ഈ വിവാദം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, രാഹുൽ ഒരു മിഥ്യാലോകത്തായിരുന്നു. തനിക്ക് കിട്ടിയ ഈ പബ്ലിസിറ്റിയും ജനകീയമായ അംഗീകാരവും ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്നൊരു ധാർഷ്ട്യം രാഹുൽ മാങ്കൂട്ടത്തിനെ കീഴടക്കിയോ എന്ന് ന്യായമായിട്ട് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം രാഹുലിൻ്റെ ബോഡി ലാംഗ്വേജ്, രാഹുലിൻ്റെ ഡയലോഗ് ഡെലിവറി, സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, ഹു കേഴ്സ്, ഇതൊക്കെ വന്നാൽ ഹു കേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനകത്തൊക്കെ നിറഞ്ഞു നിന്ന ഒരു പുച്ഛം, മറ്റൊരാളിൻ്റെ വികാരത്തോടുള്ള പുച്ഛം, അതിനൊക്കെയാണെന്ന് രാഹുൽ മാങ്കൂട്ടം വില കൊടുക്കേണ്ടി വന്നത്. ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു പഞ്ചായത്തിൽ പോലും നിന്ന് ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം ജനകീയ വിരുദ്ധനായി, ജനവിരുദ്ധനായി. ഈ ഒരു ഗതികേട് ഏത് ചെറുപ്പക്കാരനാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഈ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ 2026 UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ട് മന്ത്രിയായിരുന്നു. അപ്പോൾ വലിയൊരു അവസരം തൻ്റെ മുന്നിലുള്ളതെല്ലാം തൻ്റെ സ്വഭാവ വൈകൃതം കൊണ്ട് നശിപ്പിച്ച ഒരാളാണ്. ഇതിപ്പോൾ ഒരു പെൺകുട്ടി മാത്രമാണോ രാഹുലിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്? പുറകെ കംപ്ലയിൻറ്റ് വരുന്നു. ഉമാ തോമസിനെ പോലുള്ള സീനിയർ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകൾ പറയുന്നു അവരോട് പലരും പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഡൽഹിയിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്ന കുട്ടികൾ എന്ന് പരാതി പറഞ്ഞതായിട്ട് ആനി രാജ പറയുന്നു. അതൊന്നും ഒരു രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ പേരത്തിലൊന്നും അല്ല ആനി രാജ എന്നും അത് പറയുന്നത്. അവരൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം ആനി രാജയെ പോലെ വളരെ മുതിർന്ന നേതാക്കന്മാർ, വനിതകൾ ഇദ്ദേഹത്തിനെ എതിർക്കുന്നു. അപ്പോൾ കോൺഗ്രസിൽ തന്നെ വനിതകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുകയാണ്. രാഹുൽ എന്താ ചെയ്തിരുന്നത്? തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തൻ്റെ സൈബർ ഗുണ്ടകളെ വിട്ട് വ്യക്തിപരമായി ആക്രമിക്കുക, അവരുടെ സ്വഭാവഹത്യ നടത്തുക. ഈ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് തന്നെ എന്ത് ഭയങ്കര പീഡനമാണ് സൈബർ ഇടത്തിൽ നേരിടേണ്ടി വന്നത്. അപ്പോൾ ആരെങ്കിലും രാഹുലിനെതിരെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൈബർ ടീം അവരെ മുകളിൽ ചാടി വീഴുക, അവരെ പരിപൂർണമായി നിരായുധരാക്കുക എന്നുള്ളതായിരുന്നു ഒരു രീതി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചോദിച്ചു വാങ്ങിച്ച തൻ്റെ അഹങ്കാരം കൊണ്ട്, അഹന്ത കൊണ്ട്, സ്വഭാവ വൈകൃതം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രശ്നമാണിത്. അതിനാണ് അദ്ദേഹം വില കൊടുത്തത്. പിന്നെ അതിനകത്തൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃകാപരമായി പെരുമാറി. അതിനകത്ത്
ഞാൻ വി ഡി സതീശനെ ആ കാര്യത്തിൽ അംഗീകരിക്കുന്നത് ആദ്യം തന്നെ സതീശൻ്റെ ഒരു നിലപാടെടുത്തു, രാഹുൽ പുറത്തു പോകണം എന്നുള്ളത്. അതിൽ തന്നെ വി ഡി സതീശൻ ഉറച്ചു നിന്നു. പി വി അൻവറിൻ്റെ കാര്യത്തിൽ എടുത്ത പോലെ തന്നെ സതീശൻ ശക്തമായൊരു നിലപാടെടുത്തു. പിന്നാലെ വന്ന നേതാക്കന്മാരൊക്കെ, അത് രമേശ് ചെന്നിത്തലയായാലും ശരി, കെ സി വേണുഗോപാലായാലും കെ മുരളീധരനായാലും പിന്നെ KPCC പ്രസിഡൻറ്റ്, അവരെല്ലാവരും ഒരു നിലപാടെടുത്തു, രാഹുലിനെ ഈ പാർട്ടിയിൽ വേണ്ട എന്ന്. അപ്പോൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് രാഹുലിനെ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞത്. കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടി പോലീസ് പിടിച്ചുകൊണ്ട് വരും, ഞങ്ങളുടെ പാർട്ടി കോടതി തീരുമാനിക്കും, തീവ്രത അളക്കുന്ന യന്ത്രം വെച്ച് ഞങ്ങൾ അളക്കും, അതൊന്നും അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുകയാണ് രാഹുലിൻ്റെ കേസ് ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇതേ സമാന കേസ് വന്നപ്പോൾ CPM എങ്ങനെ പ്രതികരിച്ചു, ഈ കേസിൽ കോൺഗ്രസ് എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കുമ്പോഴേ കോൺഗ്രസിൻ്റെ പ്രതികരണമാണ് ജനാധിപത്യ സമൂഹത്തിന് അഭിലഷണീയമായിട്ടുള്ളതും അനുയോജ്യമായിട്ടുള്ളതും. അന്തസ്സായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. ഞാൻ ആ കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ്. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ അക്കാര്യത്തിൽ അത്തരം ഒരു തീരുമാനം എടുക്കാൻ 99 MLA-മാരൊപ്പം ഉണ്ടായിട്ടും LDFന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് മുകേഷിനെ പുറത്താക്കിയില്ല? മുകേഷ് ഒരു പുണ്യോളനൊന്നും അല്ലല്ലോ. മുകേഷിനെ അറിയാവുന്നവരൊക്കെ അറിയാം മുകേഷ് ആരാണ് എന്നുള്ള കാര്യം. കൊല്ലക്കാർ ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് മുകേഷ്. മുകേഷിൻ്റെ പേരിൽ പോലും അവർക്കൊരു തീരുമാനം എടുക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു വീഴ്ച പറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല. മുകേഷിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സൈബർ സേനയുടെ ടീം ലീഡറാണോ രാഹുൽ ഈശ്വർ? അല്ല, രാഹുൽ ഈശ്വർ വേറെ ഒരു ക്യാരക്ടറാണ്. രാഹുൽ ഈശ്വർ എവിടെയെങ്കിലും വിവാദം ഉണ്ട് എന്നറിഞ്ഞാൽ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ പോയി വിവാദം ഏറ്റുവാങ്ങുന്ന ഒരാളാണ്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ രാഹുൽ ഈശ്വർ പോയി വിവാദം ഏറ്റുവാങ്ങുന്നത്. അത് ഈ ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പരിധി വരെ ഒരു പബ്ലിസിറ്റി മാനിയ രാഹുൽ ഈശ്വറിനുണ്ട്, ഒരു പരിധി വരെ. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലേ? ഇതിലാണോ വേണ്ടത്? ഈ ആളൂർ, പണ്ട് നമ്മളൊരു ആളൂർ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ആരാണോ ഇവൻ ഗോവിന്ദസ്വാമിക്ക് വരെ പ്രോസിക്യൂഷനിൽ ബാധിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹം ഈ ആളാകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു സമയത്ത് ഇനി ലോകം അറിയണം, ജനങ്ങൾ അറിയണം, അതായത് കേരളത്തിലെല്ലാവരും അറിയണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം മരിച്ച സമയത്ത് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ അടക്കാൻ പോലും, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ അടക്കാൻ പോലും ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ നോക്കാനോ അതിൻ്റെ പരിസരത്തുള്ളവർ പോയി ഒന്ന് അവസാന നിമിഷം നമ്മളെല്ലാവരും ഒന്ന് പോയി കാണാൻ പോകില്ലേ മരിച്ചു കഴിഞ്ഞാൽ? സ്വാഭാവികമായിട്ട് അതുപോലും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ആ ഒരു രീതിക്കാണോ രാഹുൽ ഈശ്വർ പോയിക്കൊണ്ടിരിക്കുന്നത്? താങ്കൾ സൂചിപ്പിച്ച പോലെ ആളൂർ സിൻഡ്രം നമ്മുടെ രാഹുൽ ഈശ്വറിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിവാദങ്ങളില്ലാത്തടത്ത് നിന്ന് വിവാദം ഉണ്ടാക്കി ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രീതി രാഹുലിനുണ്ട്. ഒരുപക്ഷെ ഇത് ചെറുപ്പത്തിൻ്റെ എടുത്ത് ചാട്ടം കൊണ്ടാകാം. രാഹുൽ ഈശ്വറിനെ എനിക്ക് പരിചയമുണ്ട്. വളരെ മാന്യമായി പെരുമാറുന്ന ഒരു സൗമ്യനായ ചെറുപ്പക്കാരനാണ് രാഹുൽ ഈശ്വർ വ്യക്തിപരമായ പെരുമാറ്റത്തിൽ. പക്ഷേ പലപ്പോഴും ചാനലിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ പലതും വിവാദപരമായ നിലപാടാണ്. രാഹുൽ ഈശ്വറിൻ്റെ ഈ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും വർത്തമാനവും ഒക്കെ അദ്ദേഹത്തെ വലിയൊരു വിഭാഗം ആളുകളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഫാക്റ്റ്. അപ്പോൾ രാഹുൽ ഈശ്വർ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നില്ല. പബ്ലിസിറ്റി, രണ്ട് പബ്ലിസിറ്റി ഉണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റിയും ഉണ്ട്, പോസിറ്റീവ് പബ്ലിസിറ്റിയും ഉണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് നെഗറ്റീവ് റിസൾട്ടേ ഉണ്ടാക്കാൻ ഒക്കുള്ളൂ. പോസിറ്റീവ് പബ്ലിസിറ്റിക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഈ പോസിറ്റീവ് പബ്ലിസിറ്റിയും നെഗറ്റീവ് പബ്ലിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന കാര്യത്തിൽ രാഹുൽ ഈശ്വർ പരാജയപ്പെട്ടു. ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം, അതിനെക്കുറിച്ചുള്ള ചർച്ച, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ സ്ത്രീപീഡനത്തിന് കൊടുത്ത പരാതി, രാഹുൽ മാങ്കൂട്ടം എവിടെയോ ഒളിവിൽ കഴിയുന്നു, ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത് രാഹുൽ ഈശ്വർ. ആ ഒരു ഗതികേടിലേക്ക് രാഹുൽ ഈശ്വറിനെ കൊണ്ട് എത്തിച്ചത് രാഹുൽ ഈശ്വറിൻ്റെ ഈ പബ്ലിസിറ്റിയോടുള്ള അമിതമായ താല്പര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, തേനും ഈച്ചയും പോലെയാണ്. അല്ലെ, തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞത് ഒരു ചാനലിൽ പറഞ്ഞാണെന്ന് തോന്നുന്നു. ഞാനും രാഹുലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് UDF-മായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, അതിനപ്പുറമുള്ള ബന്ധമില്ല എന്നാണ് പറയുന്നത്. അങ്ങേക്ക് എന്ത് തോന്നുന്നു ആ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട്? അല്ല, ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും പറയാൻ വ്യക്തിപരമായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ സ്വാഭാവികമായും യുവാക്കളായ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു വ്യക്തിപരമായ അടുപ്പവും സൗഹൃദവും ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏത് അറ്റം വരെ ആ സൗഹൃദം പോയിട്ടുണ്ട് എന്ന് പറയത്തക്ക വിധത്തിൽ നമുക്ക് തെളിവില്ല. രണ്ട്, രാഹുൽ മാങ്കൂട്ടം ഈ കാര്യത്തിൽ എന്തെങ്കിലും സഹായം ഷാഫി പറമ്പിലിൻ്റെ തേടിയിട്ടുണ്ടോ, ഷാഫി പറമ്പിൽ അത്തരം എന്തെങ്കിലും സഹായം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ, അല്ല വേറെ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ തെളിയിക്കേണ്ട ചുമതല പ്രോസിക്യൂഷനുള്ളതാണ്, പോലീസിനുള്ളതാണ്. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്ന കാര്യമല്ലേ ഉള്ളത്.
ഞാൻ രാഹുലിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് താങ്കൾക്ക്? അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പുറമേ ഉള്ളത്, അദ്ദേഹം ഒരേ സമയം ക്യൂട്ടായും ഡെവിലിഷായും പെരുമാറും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടിട്ടുള്ളതും. ചിലപ്പോൾ അത് പലരും പറയുന്ന വിവാദങ്ങളായിരിക്കാം, എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെയാണോ അങ്ങയുടെ അഭിപ്രായത്തിൽ? അല്ല, അത് ഞാൻ ഉത്തരം പറയണമെങ്കിൽ എനിക്ക് ഷാഫി പറമ്പലിനെ നേരിട്ട് അറിയാം. ഞാൻ ഷാഫി പറമ്പിലിനെ ടി വി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഷാഫി പറമ്പിലിനെ കുറിച്ച് എനിക്കൊരറിവുമില്ല. ടി വി കണ്ട ഷാഫി പറമ്പിൽ, ഞാൻ കാണുന്ന ഷാഫി പറമ്പിൽ വളരെ സൗമ്യനാണ്, മാന്യനാണ്, ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിട്ടാണ് ഷാഫി പറമ്പിലിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെയായിരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടും? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു കേസിൽ പെട്ടപ്പെടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നമുക്ക് ഈ വിവാദത്തിലേക്ക് പോകും. ഷാഫി കേസിൽ പെടണമെന്നാണ് പറയുന്നത്? കേസിൽ പെടണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഷാഫി പറമ്പിലിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്ന് പറയണ്ടേ. ഇപ്പം മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. എന്തിനാണ് ഷാഫി പറമ്പിലിൻ്റെ മുകളിൽ ഒരു കുറ്റം ആരോപിക്കുന്നത്? ഷാഫി പറമ്പിൽ അങ്ങനെ ആയിക്കൂടെ? അല്ല, അങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയല്ല ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട്. അത് ആരോപിക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് നല്ല നിലയിൽ മത്സരിച്ചു. അത് ഈ ശ്രീധരനുമായിട്ട് മത്സരിച്ചാണ് ഷാഫി പറമ്പിൽ ജയിച്ചു വന്നത്. അതൊരു നിസ്സാരമായ കാര്യമല്ല. അദ്ദേഹം വടകരയിൽ പോയി നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ, അതും തോൽപ്പിച്ചത് ശൈലജ ടീച്ചറെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലത്ത് പോയി ശൈലജ ടീച്ചറിനെ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചത്. അപ്പം ജയിച്ചതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ SDPIയുടെ വോട്ട് അടക്കം കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടായിരിക്കാം. അതൊക്കെ വേറെ കാര്യം. വിജയം തന്നെയാണല്ലോ, ആരുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്താലും. അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് കിട്ടിയെങ്കിലല്ലേ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും വോട്ട് വാങ്ങിച്ച് തന്നെയാണ് ഷാഫി പറമ്പിൽ പിന്നെ വടകര ജയിച്ചിട്ടുള്ളത്. ജയിച്ചു എന്ന് മാത്രമല്ല, പിന്നീടുണ്ടായ വലിയൊരു വിവാദം, എനിക്ക് സത്യം പറഞ്ഞാൽ AK ബാലനോട് സഹതാപം തോന്നിയൊരു കാര്യം, ഷാഫി പറമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലല്ല, ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈശ്വരവിശ്വാസികളാണ്. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത് ദൈവവിശ്വാസികളായിരിക്കണം നിർബന്ധമില്ല. വിശ്വാസിയാകാം, എങ്കിലും ഒരു കടുത്ത ദൈവവിശ്വാസിയാകണമെന്നില്ല. അപ്പോൾ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത്, ദൈവനാമത്തിലല്ല പ്രതിജ്ഞത്. അത് വലിയൊരു അപരാധം കാണിച്ചു എന്നാണ് AK ബാലൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരനായ AK ബാലനോട് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നി. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വടകര ജയിച്ചു. ഈ ശ്രീധരനെ പോലെ ഒരാളെ തോൽപ്പിച്ച് പാലക്കാട് ജയിക്കാൻ കഴിഞ്ഞു. അതൊരു നിസ്സാര കാര്യമാണ്. അതിന് നമ്മൾ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചല്ലേ പറ്റുള്ളൂ. രാഷ്ട്രീയം വേറെ, ഒരാൾ വ്യക്തിപരമായി നേടുന്ന വിജയത്തെ വിജയമായിട്ട് നമ്മൾ കാണണ്ടേ. അങ്ങിരിക്കട്ടെ, ഷാഫി പറമ്പിൽ അവിടെ ഇരിക്കട്ടെ. നമ്മൾ രാഹുൽ എന്ന് പറഞ്ഞ പേരുമായി ബന്ധപ്പെടുത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, രാഹുൽ ഈശ്വർ പറഞ്ഞു. ആക്ച്വലി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് പറഞ്ഞ് നമുക്ക് നിർത്താം. രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല നേതാക്കന്മാരുമുണ്ട്. എനിക്ക് അവരോട് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവജ്ഞ തോന്നിയ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അത് അഭിപ്രായ വ്യത്യാസമല്ല, അവജ്ഞയാണ്. കാരണം ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം അത് ചെയ്യുക, രാജ്യത്തിനെ നാണം കെടുത്താൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ രാജ്യത്തെ നാണം കെടുത്തുക. തെളിവോ? ബ്രിട്ടനിൽ പോയി പ്രസംഗിക്കുകയാണ്, ഇന്ത്യയിലെ സിഖുകാർ പീഡിപ്പിക്കപ്പെടുന്നു. അത് വ്യക്തമായ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്നത്. സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യണം എന്ന് വെളിയിൽ പോയി ആവശ്യപ്പെടുക. നരേന്ദ്രമോദിയെ അവഹേളിക്കുക. നരേന്ദ്രമോദി അവഹേളിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷേ അത് ഇന്ത്യക്കകത്തായിരിക്കണം. ഇന്ത്യക്ക് പുറത്ത് പോയി ചെയ്യുന്നത് അല്പത്തമാണ്. അത് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ പട്ടാളത്തെ നിയന്ത്രിക്കുന്നത് 10% വരുന്ന സവർണരാണ് എന്ന് പറഞ്ഞ വിവരദോഷിയാണ് ഇയാൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം വെച്ചാൽ, രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് ഒരു ബാധ്യതയാണ്, രാജ്യത്തിന് അപമാനവുമാണ് ഇതുപോലെ പ്രതിപക്ഷ നേതാവ്. അവിടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ മനുഷ്യൻ നയിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല. അപ്പോൾ അവസാനം എന്താ സംഭവിച്ചത്? പുടിൻ വന്നപ്പോൾ പുടിൻ കാണണമെന്ന് ആവശ്യപ്പെടുന്നില്ല. പുടിൻ കാണാൻ ആവശ്യപ്പെടാത്ത ഒരാളിനെ പുടിന് മുന്നേ പ്രദർശിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും. ഒരു വിദേശ രാഷ്ട്രത്തലവൻ പുടിനെ പോലെ ഒരാൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടും ആരെയൊക്കെ കാണണമെന്ന്. 2020 ട്രംപ് വന്നു. ട്രംപ് അന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടത് പിന്നെ ലതാ മങ്കേഷ്കറിനെയും സച്ചിൻ ടെണ്ടുൽക്കറുമാണ്. അവർ രാഷ്ട്രീയ നേതാക്കന്മാരല്ലല്ലോ, അവർ സെലിബ്രിറ്റീസാണ്. അവരെ കാണണമെന്നാണ് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പറഞ്ഞു ഇവരെ രണ്ടുപേരെയും വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മി കാർട്ടർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മദർ തെരേസയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഇന്ത്യക്കാർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകളെയാണ് വിദേശ രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ അവർ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. അന്നാ ഹസാരയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ജോർജ് W. ബുഷാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അന്നാ ഹസാരയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നാ ഹസാരയെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, അന്നാ ഹസാര ഒരു ട്രൗട്ട് പുള്ളറായതുകൊണ്ടാണ്. ഇവിടെ അങ്ങനെ പല പ്രസിഡന്റുമാർ വന്നപ്പോൾ പല പ്രമുഖരെയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് അവരാണ് ആവശ്യപ്പെടുന്നത്. അന്നാ ഹസാരെ കണ്ടിട്ടേ പോകാമെന്നാരും അമേരിക്കൻ പ്രസിഡന്റോട് ആവശ്യപ്പെടുന്നില്ല. ട്രംപിനോടും ആരും പറഞ്ഞില്ല ലതാ മങ്കേഷ്കർ ഉണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കാണണേ. അവരാവശ്യപ്പെടുകയാണ്, അമേരിക്കൻ എംബസി ആവശ്യപ്പെടുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുട്ടിന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടി. ഈ രാഹുൽ ഗാന്ധിയെ കാണുന്നതുകൊണ്ട് അതൊരു നെഗറ്റീവ് റിസൾട്ടേ ഉണ്ടാക്കുകയുള്ളൂ. പുട്ടിൻ്റെ ആ വിസിറ്റിൻ്റെ ഒരു വർണ്ണ ശമളിമയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും രാഹുൽ ഗാന്ധിയെ കാണുന്നതെന്ന് അവിടെ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ അദ്ദേഹം താല്പര്യം കാണിക്കാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചില്ലയോ ശശി തരൂരിനെ വിളിച്ചത്? അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ശശി തരൂരിനെ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ശശി തരൂരിനുള്ള വിലയോ മൂല്യമോ രാഹുൽ ഗാന്ധിക്ക് ഇല്ല. അതിനിപ്പോൾ എന്ത് ചെയ്യാനൊക്കും? നെഹ്റു കുടുംബത്തിൽ ജനിച്ചു, സോണിയാഗാന്ധിയുടെ മോനാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് കോൺഗ്രസ്സുകാർ കൊണ്ട് നടക്കട്ടെ? അവർ ഈ നെഹ്റു കുടുംബത്തിലെ പ്രസവം നോക്കി നടക്കുന്ന ഒരു പറ്റം അടിമകളാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം. ഇന്ത്യ അങ്ങനെയാണ്. ഇന്ത്യ വലിയൊരു രാജ്യമല്ലേ. വിദേശത്തുനിന്ന് വരുന്ന ആളുകൾ അവർ നോക്കും ഒരാളിനെ കാണണമെങ്കിൽ അയാൾ പോപ്പുലറായിരിക്കണം, ജനസമ്പന്നനായിരിക്കണം. അങ്ങനെ ആളിനെ കാണുന്നത്. അതുകൊണ്ടാണ് പുട്ടിൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശശി തരൂരിനെ കൊണ്ടുവന്ന്. അല്ലെങ്കിൽ ശശി തരൂരിനെ ഒന്ന് കാണാമോ എന്ന് നരേന്ദ്രമോദി പുട്ടിനോട് പറയുമോ? പറയേണ്ട കാര്യം എന്താണ്? ഒരിക്കലും പറയില്ല. പുട്ടിനാണ് ആവശ്യപ്പെട്ടത് ശശി തരൂരിനെ കാണണമെന്ന്. പുട്ടിൻ ആവശ്യപ്പെടുന്നില്ല ഇദ്ദേഹത്തിനെ കാണുന്നത്. എന്തിനാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്? ഇദ്ദേഹം കണ്ടത് എന്നെന്തോ പറയാനാണ്. പണ്ട് ഒബാമ വന്നപ്പോൾ 2017 ഒബാമ വന്നത്. ഒബാമ വന്നപ്പം ഒബാമ കണ്ടിച്ച് ഒബാമ എഴുതി വളരെ അപക്വമായി പെരുമാറുന്ന ഒരാളാണ്. ഒരു കഥയില്ലാത്തൊരുത്തനാണ്. ഈ രാഹുൽ ഗാന്ധിന്ന് എഴുതി വെച്ചു. അദ്ദേഹം എഴുതിയ കാര്യം ഇനി പറയുന്നത് ഒബാമ. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാതിരുന്നൊരു നല്ല തീരുമാനം തന്നെയാണ്. ഈ 3 രാഹുലന്മാരും, രാഹുൽ മാങ്കൂട്ടമായാലും ശരി, രാഹുൽ ഈശ്വർ ആയാലും ശരി, ഈ രാഹുൽ ഗാന്ധി ആയാലും ശരി, ഇവർ 3 പേരും 3 തലത്തിൽ പൊതുസമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ്. മാങ്കൂട്ടത്തിൻ്റെ പീഡനമായാലും ശരി, മറ്റേ രാഹുൽ ഈശ്വരൻ്റെ പബ്ലിസിറ്റി മാനിയായാലും ശരി, രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടായാലും ശരി, ഈ 3 രാഹുലന്മാരും 3 കാരണങ്ങളാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ആളുകളല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് രാഹുൽമാരുടെ രാഹുകാലം എപ്പോൾ തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.